വിട്ട് പത്മജ ബി.ജെ.പിയിൽ ചേർന്നതോടെ പാർട്ടിക്കുള്ളിലെ പല കള്ളക്കളികളും ഒപ്പം തന്നെ പാർട്ടിയിലെ പത്മജ നേരിടേണ്ടി വന്ന പല വഞ്ചനകളും മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തൃശൂരിൽ പ്രിയങ്ക ഗാന്ധി പ്രചരണത്തിനെത്തിയപ്പോൾ അവരുടെ വാഹനത്തിൽ കയറാൻ വേണ്ടി തന്റെ കയ്യിൽ നിന്ന് 2.5 ലക്ഷം രൂപ വാങ്ങിയതായും എന്നിട്ടും തന്നെ വാഹനത്തിൽ കയറ്റിയില്ലെന്നും പത്മജ ആരോപിച്ചു. കെ സുധാകരൻ മാത്രമാണ് കോൺഗ്രസിൽ തന്നോട് ആത്മാർത്ഥതയോടെ പെരുമാറിയതെന്നും അദ്ദേഹത്തെ വിട്ടുപോരുന്നതിൽ മാത്രമാണ് തന്റെ മനസ്സിടറിയതെന്നും പത്മജ പറഞ്ഞു. DCC പ്രസിഡന്റ് MP വിൻസെന്റ് ആണ് തന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയത്. തരില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ചേച്ചിയുടെ കാര്യം നോക്കെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. തിരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ എന്തും പേടിക്കണമല്ലോ. അങ്ങനെ പണം ഞാൻ നൽകി. പ്രിയങ്ക വന്നപ്പോൾ ഞാൻ എവിടെ നിന്നാണ് കയറേണ്ടതെന്ന് ഇവരോട് ചോദിച്ചു. ചേച്ചി സ്റ്റേജിൽ വന്നാൽ മതിയെന്ന് പറഞ്ഞു. അതോടെ ഞാൻ കയറുമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി. അതോടെ ഏത് വഴിയിലൂടെയാണ് വരുന്നതെന്ന് പോലും എന്നോട് പറഞ്ഞില്ല. അല്ലെങ്കിൽ എൻ്റെ സ്വഭാവമനുസരിച്ച് റോഡിലിറങ്ങി നിന്നേനെ. പിന്നീട് പത്മജ ഔട്ട്, പ്രതാപൻ ഇന്നെന്ന് പത്രങ്ങൾ എഴുതിയെന്നും പത്മജ പറഞ്ഞു. കെ സുധാകരൻ മാത്രമാണ് എന്നോട് ആത്മാർത്ഥമായി പെരുമാറിയത്. എന്നെ അനുജത്തിയെ പോലെയാണ് കണ്ടത്. സുധാകരനെ വിട്ടു പോന്നപ്പോൾ മാത്രമാണ് എൻ്റെ മനസ്സൊന്ന് ആടിയത്. ഏട്ടനെന്ന നിലയിൽ മാത്രമാണ് കെ മുരളീധരനെ ഇഷ്ടം. ഇത്രകാലം കൂടെ ജീവിച്ചിട്ടും കെ മുരളീധരന്റെ മനസ്സെനിക്ക് മനസ്സിലായിട്ടില്ല. എന്നും അനിയത്തി എന്ന നിലയിലുള്ള ദൗർബല്യങ്ങളാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത് എന്നും പത്മജ പറഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ടടക്കം തനിക്ക് തൃശൂരിൽ കഴിഞ്ഞ തവണ ലഭിച്ചിട്ടുണ്ടെന്നും പക്ഷേ കൂടെ നിന്നവരാണ് കാലുവാരിയതെന്നും അവർ കൂട്ടിച്ചേർത്തു. എന്നെ തോൽപ്പിച്ച 2 പേർ തൃശൂരിൽ കെ മുരളീധരന് സ്വീകരണം നൽകിയപ്പോൾ ജീപ്പിന്റെ അപ്പുറവും ഇപ്പുറവും നിന്നവരാണ്. വേറെയും വലിയ നേതാക്കളുമുണ്ട്. എന്നെ തോൽപ്പിച്ചവർ മുരളീധരനെയും തോൽപ്പിക്കും. കരുണാകരൻ ജീവിച്ചിരുന്നുവെങ്കിൽ കോൺഗ്രസ് വിടുമായിരുന്നുവെന്നും കെ മുരളീധരനും മറ്റു പലരും BJPയിലേക്ക് വരുമെന്നും പത്മജ പറഞ്ഞു. എൻ്റെ അച്ഛൻ കുറച്ചു കാലം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം പാർട്ടി വിട്ടുപോകുമായിരുന്നു. പഴയ കോൺഗ്രസുകാരാണ് BJPയിലേക്ക് വന്ന പലരും. എൻ്റെ കൂടെ ഇവിടെ വന്നിരുന്ന് ഊണ് കഴിച്ച കോൺഗ്രസുകാർ തന്നെയാണ് എന്നെ പിന്നിൽ നിന്ന് കുത്തുന്നതെന്നും പത്മജ വ്യക്തമാക്കി. പത്മജ കോൺഗ്രസിന്റെ പടിയിറങ്ങിയതോടെ തൃശൂരിലെ നേതാക്കൾ ഒന്നടങ്കം അങ്കലാപ്പിലാണ്. ലോക്സഭാ ഇലക്ഷന് മുൻപ് പത്മജ കോൺഗ്രസിനെതിരെ എന്തെങ്കിലും ബോംബ് പൊട്ടിച്ചാൽ പിന്നെ പ്രതീക്ഷയെ വേണ്ട എന്ന സ്ഥിതിയിലാണിപ്പോൾ കോൺഗ്രസ്.